വലിയ തോതിൽ കുറവ് വരുന്നില്ലേ? ഇവിടെ ചില കാലങ്ങളിൽ ചില അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയുണ്ട് എന്ന ധാരണയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളില്ലേ? അതിന്റെ ഭാഗമായി ചില പ്രത്യേക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ? വർഗീയതയുടെ പേരിലല്ല, സംഘടനാപരമായ ഭിന്നതയുടെ പേരിൽ, ആശയപരമായ ഭിന്നതയുടെ പേരിൽ. അത് ഒരേ മതവിശ്വാസികളാകാം. അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒട്ടേറെ അനുഭവങ്ങളില്ലേ? അത്തരം തർക്കങ്ങളുടെ, അത്തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട അനുഭവങ്ങളില്ലേ? താനൂരിലുണ്ടായിട്ടില്ലേ? പാണ്ടിക്കാട് ആമക്കാരുണ്ടായിട്ടില്ലേ? മഞ്ചേരി എളങ്കൂറിലുണ്ടായിട്ടില്ലേ? കേരളത്തെ ആകെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നല്ലോ മണ്ണാർക്കാട് സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുകയും അതിലെ 2 പേർ കൊല ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം. എത്ര 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 സംഭവങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങൾ. അധികാരത്തിലുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അന്നേരം പ്രശ്നമായിരുന്നില്ല. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ ഞങ്ങൾ അന്ന് തയ്യാറായിരുന്നു ഓരോ ഘട്ടത്തിലും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്നാൽ കഴിഞ്ഞൊരു 10 വർഷക്കാലമായി ഇത്തരം അഭിപ്രായ ഭിന്നതകളാകെ തീർന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ രീതിയിൽ സംഘർഷങ്ങളുണ്ടോ? വലിയ കുറവ് വന്നില്ലേ? എന്തുകൊണ്ടാണത്? ആരെയും, തെറ്റ് ചെയ്തവരെ ആരെയും സംരക്ഷിക്കില്ല എന്ന പൊതുവായ നിലപാട് വന്നു. അതാണ് പ്രത്യേകത. എന്തും ചെയ്യാം, ഞങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന ബോധം ഇന്ന് ആർക്കും വെച്ചിരിക്കാൻ കഴിയില്ല. കാര്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കപ്പെടും. പോലീസ് നടപടികൾ വരുമ്പോൾ നിഷ്പക്ഷമായി തന്നെ കാര്യങ്ങൾ നിർവഹിക്കുമെന്നത് ഉറപ്പുണ്ടാക്കുന്നു. സ്വാഭാവികമായി അതിന്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള ഇത്തരം സംഘർഷങ്ങൾ, ആക്രമണങ്ങൾ കുറഞ്ഞിരിക്കുന്നു. കൊലപാതകം എന്നത് തീരെ എടുത്തുപോയിരിക്കുന്നു. ഇതല്ലേ വസ്തുത? ഇതെല്ലാം നാടിന്റെ അനുഭവ സാക്ഷ്യമല്ലേ? അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് നാം